ലേറ്റസ്റ്റ് ആയിട്ട് രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാം വെരിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലൂ ടിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് രേണു സുധി ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂ ടിക്ക് കിട്ടി. കുറേയധികം പേര് എനിക്കെതിരെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞിട്ടും അവസാനം ഓരോ കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ കുറേയധികം പേര് എൻ്റെ പേര് പറഞ്ഞിട്ട് എന്നെ കുറേ അധിക്ഷേപിക്കുമായിരുന്നു. അതിനായിട്ട് മെയിനായിട്ട് നീ എന്തിനാണ് നിൻ്റെ രേണു എന്നുള്ള പേരിൻ്റെ കൂടെ സുധി എന്നും കൂടെ ചേർത്തേക്കുന്നത്, നിൻ്റെ ഭർത്താവിൻ്റെ പേര് വെച്ച് നീ മുതലെടുക്കുകയാണോ എന്നുള്ള രീതിയൊക്കെ കുറേയധികം പേര് പറയാറുണ്ട്. വീഡിയോസൊക്കെ അതിനെ പറ്റിയൊക്കെ കുറേയധികം ചെയ്തവരുമുണ്ട്. എന്തായാലും ഇപ്പോൾ എൻ്റെ പേര് ഞാൻ മാറ്റിയിരിക്കുകയാണ്. രേഷ്മ പി തങ്കച്ചൻ എന്നുള്ള യഥാർത്ഥ പേരിലേക്കാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വെരിഫൈഡ് ആയതിനു ശേഷം വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി അത് വെച്ചിട്ട് ആർക്കും എന്നെ കളിയാക്കാനൊന്നും പറ്റില്ല. പിന്നെ കുറേയധികം പേര് എൻ്റെ യഥാർത്ഥ പേര് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നവരുമുണ്ട്. അതെനിക്ക് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും രേണു സുധി എന്നുള്ള ഒരു പേര് ഇനി ഞാൻ അങ്ങനെ വെക്കുന്നില്ല. ഇനി എൻ്റെ രേഷ്മ പി തങ്കച്ചൻ എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ പേര് വെക്കുന്നത്. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കുറേയധികം പേര് നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ രേണുവിന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും രേണു സുധി ഈ ഒരു രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലേക്ക് മാറ്റുക എന്നാണ് പറഞ്ഞേക്കുന്നത്.